ഹലോ കൂട്ടുകാരെ, മഴവിൽ ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എഗെയിൻ ഇന്നൊരു ഐഫോൺ റിലേറ്റഡ് വീഡിയോ ആണ്. നമ്മുടെ പഴയ ആളെ ഞാൻ കൊണ്ടുവന്നു. കാരണം നമ്മൾ ഇതിൻ്റെ റിവ്യൂ വീഡിയോയ്ക്ക് ഒത്തിരി നല്ല റെസ്പോൺസ് ഉണ്ടായി. അതുപോലെ ഇനിയും കൂടുതൽ ടിപ്സ് ആൻഡ് ട്രിക്സിന് വേണ്ടിയിട്ടുള്ളൊരു റിക്വസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഐഫോണിൻ്റെ കുറച്ച് സൂപ്പറായിട്ടുള്ള 10 ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ സിമ്പിൾ ബട്ട് സോ എഫിഷ്യൻറ്റ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്ക്രീൻ പെട്ടെന്ന് ഡാർക്ക് ആക്കാനുള്ളൊരു ടിപ്പാണ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം സിനിമയ്ക്ക് പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് വരും. ആകെ എല്ലാവർക്കും അസ്വസ്ഥതയായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ബെഡ്റൂമിലായാലും അല്ലെങ്കിൽ ഡാർക്ക് മുറിയിലായാലും നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഫോണ് ബ്രൈറ്റ്നസ് കുറയ്ക്കാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം അതെങ്ങനെയാണ്. ഈ സൈഡിലെ ഈ ബട്ടണില്ലേ, അത് ഒരു 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്യാം. 1 2 3. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻ വന്നു കഴിഞ്ഞു. ക്ലാസിക് ഇൻവേർട്ട് കളർ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കളർ ഓപ്ഷൻ. കളർ ഫിൽറ്റർ നിൽക്കുക, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. സംഭവം കളറ് മാറി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. ഓക്കെ, അപ്പോൾ തിരിച്ചു പോവുകയാണെങ്കിൽ ഇതുപോലെ തന്നെ സൈഡിലത്തെ ഈ ബട്ടൺ 3 പ്രാവശ്യം ഒരുമിച്ച് അമർത്താം. 1 2 3. നമ്മുടെ ഓപ്ഷൻസ് വന്നു കഴിഞ്ഞു. അപ്പോൾ ആ കളർ ഫിൽറ്റേഴ്സിൽ വീണ്ടും നിൽക്കുമ്പോൾ കളർ തിരിച്ചു വന്നു. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്, പെട്ടെന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീൻ ആക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി ഐഫോൺ ആഡ് ചെയ്തതാണ്. അതായത് നമുക്ക് ഇങ്ങനെ റൈറ്റിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇത് കണ്ടില്ലേ, ഈ സംഭവം, ഈ ബ്രൈറ്റ്നസ്സിൻ്റെ ഒരു ഐക്കൺ കണ്ടില്ലേ, അതുമ്പോൾ ഒന്ന് ഞെക്കി നോക്കുക. അതുമ്പോൾ ഒന്ന് കുറച്ച് നേരം ക്ലിക്ക് ആൻഡ് ഹോൾഡ് ഞെക്കിയിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെ ഡാർക്ക് മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞു. കാണിച്ചു തരാം. ഈ ഡാർക്ക് മോഡ് നമ്മൾ ഇപ്പോൾ ഓഫായിട്ടിരിക്കുകയാണ് കേട്ടോ. അതുമൊന്നും ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഓണായി. അതുപോലെ തന്നെ നമുക്ക് ബ്രൈറ്റ്നസ് ഇനിയും കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഈ ബ്രൈറ്റ്നസ് ഐക്കൺ താഴേക്ക് കൊണ്ടുവരിക. ഓക്കെ, അതാണ് വേറൊരു മെത്തേഡ്. അപ്പോൾ നമ്മുടെ മൊത്തം സ്ക്രീനിൻ്റെ ആ വെളിച്ചം കുറഞ്ഞു കിട്ടി. അങ്ങനെ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ സിനിമ തിയേറ്ററോ അല്ലെങ്കിൽ കൂട്ടുകാരോട് സിനിമ കാണുമ്പോഴോ പേടിക്കണ്ട, ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഇനി തിരിച്ചു പോകണമെങ്കിൽ ഇതുപോലെ തന്നെ വന്ന വഴി തന്നെ തിരിച്ചു പോവുക. ഇത് കൂട്ടുക, ഡാർക്ക് മോഡ് ഓഫാക്കുക. ഇനി ഞാൻ ആ 3 ടാപ്പ് വഴി എങ്ങനെ അത് സെറ്റ് ചെയ്തെന്ന് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകണമെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീൻ എങ്ങനെ വന്നു എന്ന് കാണിച്ചു തരാം കേട്ടോ. സെറ്റിങ്സിൽ പോയിട്ട് ആക്സസിബിലിറ്റി എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് താഴെ പോകുമ്പോൾ ആക്സസിബിലിറ്റി ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ കളർ ഫിൽറ്റേഴ്സ് നിങ്ങളുടെ അതിൽ ഓഫായിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്, കളർ ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേർക്കണമെങ്കിൽ, നിങ്ങൾക്ക് സൂം ഫങ്ഷനാലിറ്റി എല്ലാം ചേർക്കണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ആ 3 ബട്ടൺ അമർത്തുമ്പോൾ ആ ഓപ്ഷൻസൊക്കെ കാണും. കണ്ടില്ലേ? ഈസി അല്ലേ? ഈസി പീസി. ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ലോങ് പ്രസ് ഹാക്ക് എന്ന് പറയാം. അതായത് നമ്മുടെ പോപ്പുലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിൽ ഐഫോണിൽ നമ്മൾ ലോങ് ആയിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ഓപ്ഷൻസ് അവിടെ നിന്ന് ഹോം സ്ക്രീനിൽ നിന്ന് തന്നെ കിട്ടും. നമുക്ക് സൂപ്പറായിട്ട് അവിടെ നിന്നേ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു സ്കാൻ ചെയ്യാനുള്ളൊരു ടിപ്പ്, ഫയൽസിൽ പോയിട്ട് സ്കാൻ ചെയ്യാനായിട്ടുള്ളൊരു ടിപ്പ്. ഇതൊന്നും വേണ്ട, നമുക്ക് ഈസി ആയിട്ട്, അതിനേക്കാൾ ഈസി ആയിട്ട് വിതിൻ സെക്കൻഡ്സ് നമുക്ക് സ്കാൻ ചെയ്യാനായിട്ടുള്ള ഒരു സൂപ്പർ മെത്തേഡ് കാണിച്ചു തരാം. ഇത് പണ്ടേ അവൈലബിൾ ആയിരുന്നു. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കാം. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഉള്ളിലേക്ക് പോവാണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഹോം സ്ക്രീനിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഒന്ന് കുറച്ച് നേരം അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ വന്നിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, പോസ്റ്റ്, നമുക്ക് പുതിയൊരു പോസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഓക്കെ കൂട്ടുകാരെ, ഇനി അടുത്ത ടിപ്പ് പറഞ്ഞ പോലെ ലോങ് പ്രസ് ഹാക്കാണ്. അടുത്തത് ഈസി സ്കാൻ ഫങ്ഷനാലിറ്റിയാണ്. ഈ നോട്ട്സ് ആപ്ലിക്കേഷൻ ഒന്ന് ക്ലിക്ക് ആൻഡ് ഹോൾഡ്. ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണും നമുക്ക് സ്കാൻ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ കാണും. അതുപോലെ ഫോട്ടോ എടുക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ കാണും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഒരു ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നോട്ട്സ് ക്ലിക്ക് ചെയ്യുക, ഹോൾഡ് ചെയ്യുക, താഴെ സ്കാൻ ചെയ്ത് ഉള്ള ഓപ്ഷൻ കാണും. സ്കാൻ ചെയ്ത് നമുക്ക് ഒരു നോട്ടിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതെനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്കാൻ ചെയ്യാൻ ഡോക്യുമെൻറ്റ്സ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാനൊരു മെക്ഡൊണാൾഡ്സിൻ്റെ കവർ സ്കാൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്.
ഓക്കെ. ഇങ്ങനെ സ്കാൻ ചെയ്ത സംഭവമോ അല്ലെങ്കിൽ ഫോട്ടോ ആയിട്ടോ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ വൺസ് നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ ഇതിപ്പോൾ ഒരു നോട്ട് എഴുതി, ഇതിപ്പോൾ സാധനങ്ങൾ വാങ്ങാനായിട്ടുള്ളൊരു ലിസ്റ്റാണ്. ഇതിപ്പോൾ നിങ്ങളുടെ അമ്മമാർക്ക് ചേച്ചിമാർക്കൊക്കെ ഉപയോഗിക്കാം ഇങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ സ്കാൻ ചെയ്യാൻ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വേറൊരു ലിസ്റ്റ് നമുക്ക് ഇംഗ്ലീഷിലല്ലാത്ത ലിസ്റ്റോ അല്ലെങ്കിൽ എളുപ്പത്തിലൊരു ട്രഡീഷണൽ ലിസ്റ്റ് നമുക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഫോട്ടോ എടുത്ത് അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത് അയാളെ ഇവിടെ കോണ്ടാക്റ്റിൽ ഞെക്കി കഴിയുമ്പോൾ ആഡ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ കാണും. മെസ്സേജായിട്ടോ വാട്സാപ്പായിട്ടോ ഇമെയിലായിട്ടോ നമുക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ബട്ടൺ അമർത്തിയാലും താഴെ എയർ ഡ്രോപ്പ് വഴിയും മറ്റു കാര്യങ്ങൾ വഴിയും നമുക്ക് ആവശ്യക്കാർക്ക് ഇത് അയച്ചു കൊടുക്കാൻ പറ്റും. സൂപ്പർ കൂളല്ലേ. ഇത് എഗെയിൻ ഒരു നോട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അതായത് നമ്മളിപ്പോൾ നോട്ട്സ് എഴുതുമ്പോൾ നമുക്ക് ചിലപ്പോൾ മടിയൊക്കെ തോന്നും. അതായത് ഈ ഇരുന്ന് ടൈപ്പ് ചെയ്യാനായിട്ട് മടി തോന്നും. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് വോയിസ് വഴി കമാൻഡ് ചെയ്ത് നമുക്ക് നോട്ട്സിൽ എഴുതിയിട്ട് നമുക്ക് ആൾക്കാർക്ക് അയച്ചു കൊടുക്കാം. ഇത് നമുക്കിപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ വീട്ടമ്മമാർക്ക് അവരുടെ ഷോപ്പിംഗ് ലിസ്റ്റ് എഴുതാൻ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഓഫീസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് നമുക്ക് ഇന്ന് കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്യേണ്ട. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നോട്ട്സ് ഓപ്പൺ ചെയ്യാം. നോട്ട്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ താഴെ ഇവിടെ ഒരു വോയിസ് കമാൻഡ് കാണും. അത് ഞെക്കിയിട്ട് തിങ്സ് ടു ബൈ. നമുക്ക് അടുത്ത ലൈനിലേക്ക് പോകണമെങ്കിൽ നമുക്കിവിടെ റിട്ടേൺ എന്നുള്ള ബട്ടൺ ഉണ്ടാവും. അതായത് എൻ്ററിന് പകരമായിട്ട്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറയാം. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. കോഫി 2 കിലോ. കണ്ടോ, വന്നു കഴിഞ്ഞു. ഈസി, കൂളല്ലേ. അപ്പം ഇതുപോലെ നമുക്ക് എഴുതാനായിട്ട് മടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പറഞ്ഞാൽ മതി. നമുക്ക് വോയിസ് ഡിക്റ്റേറ്റ് ചെയ്ത് നമുക്ക് നോട്ട്സ് എഴുതാൻ പറ്റും. അത് വൺസ് നമുക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ആർക്ക് അയച്ചു കൊടുക്കണോ അവർക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുള്ള ഓപ്ഷൻസ്. ഇപ്പോൾ എയർ ഡ്രോപ്പ് വഴിയോ മെസ്സേജ് വഴിയോ മെയിൽ വഴിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം. സൂപ്പർ കൂളല്ലേ. അതുപോലെ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ജിമെയിൽ അങ്ങനത്തെയൊക്കെയുള്ള ആപ്ലിക്കേഷൻസ് നമുക്കിപ്പോൾ ലോങ് പ്രസ് വഴി നമുക്ക് പല ഓപ്ഷൻസും നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമ്മൾ ലോങ് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ നോക്കൂ കൂട്ടുകാരെ, നമുക്ക് ഇതുവരെ വ്യൂ ആക്ടിവിറ്റി നോക്കി കഴിഞ്ഞാൽ ഇതുവരെ നമുക്ക് വന്നിട്ടുള്ള എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ ഇതുപോലെ കാണാൻ പറ്റും. വിതൗട്ട് ഈവൻ ഗോയിങ് ഇൻ ടു ആപ്ലിക്കേഷൻ. നമുക്ക് ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ പോകാണ്ട് തന്നെ നമുക്ക് ഹോം സ്ക്രീനിനെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വക ഓപ്ഷൻസൊക്കെ കാണാൻ പറ്റും. കണ്ടില്ലേ, വ്യൂ ആക്ടിവിറ്റി നോക്കി കഴിഞ്ഞാൽ ഈ അടുത്തുള്ള എല്ലാ മെസ്സേജുകളും നോട്ടിഫിക്കേഷനും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. സൂപ്പറല്ലേ കൂട്ടുകാരെ. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലൊക്കേഷൻ സെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു എളുപ്പത്തിലുള്ളൊരു വഴിയാണ്. അതായത് ആപ്പിൾ മാപ്സിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ സെൻഡ് ചെയ്യാനും അതുപോലെ നമ്മളുള്ള ഇപ്പോഴത്തെ ലൊക്കേഷനും അറിയാനായിട്ട് നമുക്ക് സാധിക്കും. ഈവൻ വിതൗട്ട് ഗോയിങ് ഇൻ ടു ആപ്ലിക്കേഷൻ. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ആപ്പിൾ മാപ്സിൽ പോവാം. ഇത് കണ്ടില്ലേ, അതുപോലെ ലോങ് പ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് സെൻഡ് മൈ ലൊക്കേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ആരൊക്കെ വേണമെങ്കിൽ ഷെയർ ചെയ്യണോ അത് നമുക്ക് മെസ്സേജായിട്ടോ എയർ ഡ്രോപ്പ് വഴിയോ ഇമെയിൽ വഴിയോ നോട്ട് വഴിയോ നമുക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡ് വഴി നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. കൂളല്ലേ. അതുപോലെ തന്നെ ലോങ് പ്രസ് ചെയ്താൽ മാർക്ക് മൈ ലൊക്കേഷൻ. ഇപ്പോൾ ഞാൻ എവിടെ ഉണ്ടെന്നുള്ള ലൊക്കേഷൻ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വിതൗട്ട് ഈവൻ ഗോയിങ് ഇൻ ടു ആപ്ലിക്കേഷൻ. എഗെയിൻ ആപ്ലിക്കേഷൻ തുറക്കാണ്ട് തന്നെ അത് ഒരു ഈസി സംഭവമല്ലേ. ഓക്കെ. അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഐഫോണിലുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു ടിപ്പാണ് സിരി ചേച്ചിയുടെ ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത്. ഒന്നും വേണ്ട. ഇപ്പോൾ എൻ്റെ ഒരു ഡേ ടു ഡേ ലൈഫിൽ ഞാൻ ഉപയോഗിക്കുന്നത് പണ്ടേ ഉള്ളൊരു സംഭവമാണ്. പക്ഷേ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പം നമ്മൾ ഭയങ്കര ടയേർഡായിട്ടിരിക്കുകയാണ്, നമുക്ക് രാത്രി കിടക്കുന്ന നേരത്ത് അലാമൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഡേ ടു ഡേ ബേസിസിൽ ഉപയോഗിക്കാറുള്ളതാണ്. ഹേയ് സിരി, സെറ്റ് അലാം അറ്റ് 5 AM. Okay, it's on. കണ്ട കൂട്ടുകാരെ, ആള് ചെയ്തു തന്നു. അതുപോലെ നമുക്ക് റിമൈൻഡർ ഓൺ ആക്കാം. അതുപോലെ വേറെ ഇപ്പോൾ പുതിയൊരു സംഭവം വന്നേക്കുന്നതാണ്. നമ്മളിപ്പോൾ ലൊക്കേഷൻ ഓൺ ആക്കിയിട്ട് നമ്മൾ ഫോട്ടോസ് എടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിരി വഴി നമുക്ക് കാണാൻ പറ്റും. ഹേയ് സിരി, ഷോ മീ ദ ഫോട്ടോസ് ടേക്കൻ അറ്റ് സിഡ്നി. കണ്ടില്ലേ, ഇതുവരെ സിഡ്നിയിൽ എടുത്ത എല്ലാ ഫോട്ടോസും അത് കാണിച്ചു തരുന്നുണ്ട്. നമുക്കിപ്പോൾ ലൊക്കേഷൻ ഓൺ ആക്കിയിട്ട് ഇതുപോലെ നിങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ സിരിയോട് ചോദിച്ചാൽ മതി, സിരി നമുക്ക് കാണിച്ചു തരും. ഓക്കെ.
ലൊക്കേഷൻ അനുസരിച്ച് സോർട്ട് ചെയ്യാൻ പുള്ളിക്കാരി നമ്മളെ ഹെൽപ്പ് ചെയ്യും. കൂട്ടുകാരെ അടുത്തത് എന്ന് പറയുന്നത് ഒരു ഫോട്ടോസ് റിലേറ്റഡ് ടിപ്പാണ് പിഞ്ച് ആൻഡ് സൂം. അതായത് പെട്ടെന്ന് നമ്മളോട് ആൾക്കാർ ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരുടെ ഫോട്ടോസൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആയിരക്കണക്കിന് ഫോട്ടോ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് കാണാമെന്നുള്ളതാണ് ഈ ഒരു ടിപ്പ്. അപ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ പെട്ടെന്ന് നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, അയ്യോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊന്ന് കാണിച്ചു തരുമോ, അങ്ങനെ എന്തെങ്കിലും ചോദിക്കുകയാണ്, അല്ലെങ്കിൽ പർട്ടിക്കുലറായിട്ട് നിങ്ങളുടെ പട്ടിയുടെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരുമോ. നമുക്ക് ഒത്തിരി ഫോട്ടോ ഉണ്ടാവും, ആയിരക്കണക്കിന് ഫോട്ടോസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ പിൻ ചെയ്ത് താഴേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും, ഒരു ഓവർവ്യൂ കിട്ടും. ഈ ഇന്ന സ്ഥലത്തെടുത്ത ഫോട്ടോസ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇവിടുത്തെ ഫോട്ടോസാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഐക്കൺ കാണും പ്ലസ് ഓർ മൈനസ് എന്നുള്ളത്. അപ്പോൾ അതുമ്പോൾ പ്ലസ് ചെയ്താൽ നമുക്ക് ആ കറക്റ്റ് സ്ഥലത്തേക്ക് പോകാൻ പറ്റും. നമ്മൾ ബീച്ചിൽ പോയ ഒരു ഫോട്ടോസാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഫോട്ടോസ് ഒരു ഓവർവ്യൂ കിട്ടുവാനും, അതുപോലെ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ബട്ടൺ അമർത്തിയാൽ മതി, നമുക്ക് അവിടേക്ക് പോകാൻ പറ്റും. കൂൾ ടിപ്പല്ലേ, പിഞ്ച് ആൻഡ് സൂം എന്നാണ് ഈ ഒരു ഓപ്ഷനെ പറയുന്നത്. പിൻ ചെയ്യുക, സൂം ചെയ്യുക. വാ, നൈസ്. ഇനി കൂട്ടുകാർ എഗെയിൻ നമുക്ക് ഫോട്ടോസ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐഫോൺ റിലേറ്റഡ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് പോർട്രേറ്റ് മോഡിലെടുത്ത ഏത് ഫോട്ടോവും നമുക്ക് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. അതിൽ ഞാൻ ഫോക്കൽ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാനിത് പോർട്രേറ്റ് മോഡിലെടുത്ത ഫോട്ടോ ആണ്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും പോർട്രേറ്റ് എന്ന്. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാം ഇത്. അപ്പോൾ നമുക്കിവിടെ എഡിറ്റ് എന്നുള്ള ബട്ടൺ അമർത്തുമ്പോൾ ഇവിടെ ഫോക്കൽ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള സംഭവം തരുന്നു. ഇപ്പോൾ 4.5 ഇരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് നോക്കിട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഫോക്കൽ ലെങ്ത്ത് കുറയ്ക്കാൻ പോവാണ്. ഇപ്പോൾ 1.4 വരെ എത്തി. കണ്ടില്ലേ, ബാക്ക്ഗ്രൗണ്ട് വളരെ ബ്ലറായി കഴിഞ്ഞു. ഇനി അത് മാത്രമല്ല കൂട്ടുകാരെ ഫങ്ഷൻ. ഇപ്പോൾ താഴെയുള്ള ഈ സംഭവം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവമല്ലേ, ഇത് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഓട്ടോ ഹൈലൈറ്റ് ഓണാക്കാം. കണ്ടില്ലേ, ഒന്നുകൂടി അത് സൂപ്പറായി വന്നു. പിന്നെ അതുപോലെ എക്സ്പോഷർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുപോലെ കണ്ടില്ലേ, അതുപോലെ ഹൈലൈറ്റ്സ്, ഷാഡോ, കോൺട്രാസ്റ്റ്, ബ്രൈറ്റ്നെസ്, സാച്ചുറേഷൻ എല്ലാം നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഫിൽറ്റർ ഏതെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഫിൽറ്റർ കൊടുക്കാം. എൻ്റെ അമ്മേ, കണ്ടില്ലേ. ഓക്കെ, അതായത് എടുത്ത ഫോട്ടോസ് നമുക്ക് എന്ത് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ഫോക്കൽ ലെങ്ത്ത് തുടങ്ങി ബ്രൈറ്റ്നെസ്, ഹൈലൈറ്റ്സ്, ഷാഡോ വരെ. ഒരു കൂൾ ടിപ്പാണ്. ഇനി കൂട്ടുകാർ അടുത്തൊരു ടിപ്പും നമുക്ക് ഫോട്ടോസ് റിലേറ്റഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുതിയൊരു ഫീച്ചർ വഴി നമുക്ക് iOS അപ്ഡേറ്റ് വഴി നമുക്ക് ഈ സെർച്ച് ബൈ ഇവൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫങ്ഷനാലിറ്റി ഉണ്ട്. അതായത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫോട്ടോസും ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഫോർ എക്സാമ്പിൾ ബീച്ചിൽ പോയിട്ടുള്ള ഫോട്ടോസ് ആണെങ്കിൽ ബീച്ച് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ മതി. ബീച്ചിൽ നമ്മൾ എടുത്ത എല്ലാ ഫോട്ടോസും അത് ഒറ്റയടിക്ക് കാണിച്ചു തരും. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അയ്യോ, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോസ്, അല്ലെങ്കിൽ ബീച്ചിൽ പോയി എടുത്ത ഫോട്ടോസ്, ബർത്ത്ഡേ ഇവൻറ്റിൻ്റെ ഫോട്ടോസൊക്കെ എന്തെങ്കിലും ചോദിക്കുകയാണ്, പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ കൂട്ടുകാരെ കണ്ടില്ലേ, ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഞെക്കുക. ഇനി നമുക്ക് മേലൊരു ഓപ്ഷൻ കാണും, ബീച്ച് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ബീച്ചിലെടുത്ത എല്ലാ ഫോട്ടോസും കാണും. സൂപ്പറല്ലേ, കൂൾ. ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നതല്ല, ഓട്ടോമാറ്റിക്കലി ഐഫോണിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അവർ സോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നല്ലൊരു അടിപൊളി സംഭവമല്ലേ ഇത്. ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്കി കഴിഞ്ഞാൽ ബർത്ത്ഡേക്ക് റിലേറ്റഡ് ആയിട്ട് അതിന് തോന്നുന്ന എല്ലാ ഇമേജസും അത് കാണിച്ചു തരും. ഓക്കെ, അത് ഗ്രൂപ്പ് അക്കോർഡിംഗ് ടു ഇവൻറ്റ്സ്. അത് ഇവൻറ്റ്സ് അനുസരിച്ച് അത് നമ്മുടെ ഫോട്ടോസ് ഗ്രൂപ്പ് ചെയ്യും. അതൊരു സൂപ്പർ സംഭവമായിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം, സുഖാണോ? കൂട്ടുകാരെ അടുത്ത ടിപ്പ് ഇതാണ്. എങ്ങനെ നമുക്ക് ഒരു നമ്മുടെ സൗണ്ടിലുള്ള ഒരു ആനിമേഷൻ മോഡൽ അല്ലെങ്കിൽ ആനിമോജി എങ്ങനെ നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് ഒക്കെ അയച്ചു കൊടുക്കുക എന്നുള്ള ടിപ്പാണ്. ഒരു ഫൺ മെസ്സേജ് കുറച്ചുകൂടി കളർഫുൾ ആക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ്. അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതിപ്പോൾ നമുക്കിപ്പോൾ ചിലപ്പോൾ മെസ്സേജ് തിരിച്ചയക്കുമ്പോൾ നമുക്കിപ്പോൾ മിമോജി ആയിട്ട് നമുക്ക് അയച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ഒരു കുരങ്ങിൻ്റെ പടം അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അത് മുതാക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം ഏതാണ് നമ്മുടെ
ഫേസ് വേണ്ടതെന്ന്. ഇപ്പോൾ ന്യൂ ഇമോജി വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ ഇതിലെ ഏതെങ്കിലും ഇമോജി ക്യാരക്ടേഴ്സ് നമുക്ക് തിരിച്ച് സെൻഡ് ചെയ്യാം. ഇപ്പോൾ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം. അതായത് ഇപ്പോൾ ഞാൻ ഇതാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫേസ് കൊണ്ടുവരിക, നമ്മൾ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ സെലക്ട് ചെയ്തിട്ട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ആക്ട് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെയുണ്ട് വിശേഷം, ഇഷ്ടപ്പെട്ട ഈ പറഞ്ഞതൊക്കെ? അപ്പോൾ നമ്മൾ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞ് ഏത് ഭാഷയിലാണോ എന്താണോ പറഞ്ഞത് അത് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കിട്ടുന്ന ആൾക്ക് ഇതുപോലെ പ്ലേ ചെയ്യാം. ഒരു ഫൺ ആപ്ലിക്കേഷനാണ്, ഇൻബിൽറ്റ് സംഭവമാണ്. ഇപ്പോൾ ഈ അടുത്ത് പുതിയ iOS അപ്ഡേഷൻ വഴി നമുക്ക് കിട്ടിയൊരു സംഭവമാണ് അത്. നമ്മുടെ ലാസ്റ്റ് ടിപ്പിലേക്ക് പോവാം. ഈ ടിപ്പിനെ ഞാൻ മൂൺ വാക്കിംഗ് ടിപ്പ് എന്ന് പറയും. ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുന്നത് മൂൺ വാക്കിംഗ് ടിപ്പൊന്നുമല്ല. നമുക്കിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പഴയൊരു ആപ്ലിക്കേഷനിലേക്ക് സ്വിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ പഴയൊരു സംഭവത്തിലേക്ക് തിരിച്ചു പോകാനോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഞാൻ യൂട്യൂബ് കാണുമ്പോഴാണ് ഇത് മെയിൻലി യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ടിപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വിന്നിച്ചൻ തോമസിൻ്റെ, നമ്മുടെ ഇവിടെയുള്ളൊരു വ്ളോഗറിൻ്റെ ഒരു വീഡിയോ ആണ്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ ഒരു വീഡിയോ കാണണമെന്ന് തോന്നി. അതെനിക്കിഷ്ടപ്പെട്ടില്ല. മീനച്ചാർ നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ല, ഈ പഴയ വീഡിയോയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും പേടിക്കണ്ട. ഈ 2 ഫിംഗേഴ്സ് വെച്ച് ഇങ്ങനെ ഒരു പേജ് മാറ്റുന്ന പോലെ, മൂൺ വാക്ക് ചെയ്യുന്ന പോലെ പോയാൽ മതി. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്തിരുന്ന അതേ വീഡിയോയിലേക്ക് പോവാം. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ആപ്ലിക്കബിളാണ്. ഇനി പഴയ വീഡിയോസിൽ പോകണമെങ്കിലും ഇതുപോലെ മൂൺ വാക്കിങ് ചെയ്യണ പോലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പഴയ വീഡിയോയിൽ എത്തും. കൂളല്ലേ? കൂളല്ലേ? പേജ് മറിക്കുന്ന പോലെ, മൂൺ വാക്ക് എന്ന് പറയുന്നേക്കാളും പേജ് മറിക്കുന്ന പോലെ. ഇനി വേറൊരു സംഭവമാണ്, ഇപ്പോൾ ഒത്തിരി പേർക്ക് അറിയുണ്ടാവും, ഇത് നേരത്തെ ഉള്ളൊരു സംഭവമാണ്. ഇപ്പോൾ താഴെ ഇങ്ങനെ ഒരു ബാറ് പോലെ സാധനം കാണും ഏതൊരു ആപ്ലിക്കേഷനിൽ പോവുകയാണെങ്കിലും. ഇപ്പോൾ ഈവൻ സെറ്റിങ്സിൽ അല്ലെങ്കിൽ ഫോട്ടോസിൽ വരെ പോവുകയാണെങ്കിലും താഴെ ഒരു ബാറ് പോലെ കാണും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും കാണാനായിട്ട് അതിങ്ങനെ മേലേക്ക് ആക്കുക, ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ ഇതുവരെയുള്ള നമ്മൾ തുറന്നു വെച്ചിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് കാണാൻ പറ്റും. ഏതെങ്കിലും ക്ലോസ് ചെയ്യണമെങ്കിൽ അതങ്ങനെ ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ 10 സൂപ്പർ ടിപ്സ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത്. അതുപോലെ ഇനിയും ഐഫോൺ റിലേറ്റഡ് വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് മഴവിൽ ലോകം ഫോളോ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഞാൻ ഓരോ രണ്ടാമത്തെ ആഴ്ചയും ഒരു പുതിയ ടെക് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതുവരെ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. അതുപോലെ ബെൽ ഐക്കൺ അമർത്തിയിട്ട് ഓൾ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം കിട്ടും. അപ്പോൾ കൂട്ടുകാരെ ശരി, അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ഫ്രം മഴവിൽ ലോകം.